അമൽ ചേരുകയാണ് മലയോര മേഖലയിലെ വിവരങ്ങളുമായി. അമൽ, അവിടെ എങ്ങനെയാണ് വോട്ടെണ്ണൽ? സുഗമമായി തന്നെ പുരോഗമിക്കുകയാണ്. ആദ്യ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ആർക്ക് അനുകൂലമായ സാഹചര്യമാണുള്ളത്? അർജുൻ, തളിപ്പറമ്പിൽ 6 UDF, 2 LDF എന്നിങ്ങനെയാണ്. വൈരാംകോട്ടത്ത സന്ധ്യ LDF സ്ഥാനാർത്ഥിയാണ്, അവർ വിജയിച്ചു. കുണ്ടാങ്കുഴി KP ഖദീജ, UDFന്റെ KP ഖദീജ വിജയിച്ചിരിക്കുന്നു. സലാമത്ത് നഗറിൽ K അനീഷ് കുമാർ, UDFന്റെ സയ്യിദ് നഗറിലേക്ക് വന്നാൽ അവിടെ മുഹമ്മദ് ബഷീർ വിജയിച്ചിരിക്കുകയാണ്. കാര്യാമ്പലത്ത PK സുബൈർ, UDFന്റെ PK സുബൈർ വിജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പുഴക്കുളങ്ങരയിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചു. രാജരാജേശ്വര വാർഡിൽ LDF, കുപ്പത്ത UDF എന്നിങ്ങനെയാണ്. ആകെ 8 ഇടങ്ങളിൽ, തളിപ്പറമ്പ് നഗരസഭയിലെ 8 ഇടങ്ങളിൽ 6 ഇടങ്ങളിൽ UDF-ഉം 2 ഇടങ്ങളിൽ LDF-ഉമാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇത്തവണ ഈ പുഴക്കുളങ്ങര വാർഡ് നിലനിർത്താനും പാളയാട് പിടിച്ചെടുക്കാനും സാധിച്ചാൽ നഗരഭരണം തങ്ങളുടെ കയ്യിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു തുടക്കം മുതൽ LDF മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്നു. UDF-ന്റെ സീമാവൽസൻ അവിടെ പാട്ടും പാടി വിജയിച്ചിരിക്കുന്നു എന്നതാണ്. ഇനി പാളയാടിന്റെ കാര്യമാണ്. അത് UDF-ന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കാൻ സാധിക്കുമോ എന്നതാണ് ഇനി അറിയാനിരിക്കുന്നത്. ഇനി കഴിഞ്ഞ തവണത്തെ തളിപ്പറമ്പ് നഗരസഭയിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ LDF 12 ഇടത്തും 3 ഇടത്തും UDF 19 ഇടത്തുമാണ് വിജയിച്ചത്. ഇക്കുറി ആദ്യ ഫലസൂചനകളൊക്കെ പുറത്തു വരുമ്പോൾ തളിപ്പറമ്പ് UDF-നെ കൈവിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ എടുത്തു പറയേണ്ട കാര്യം, ഈ മുന്നണികളൊക്കെ പറയുന്നത് SIR വിഷയവും ഒപ്പം ഇതൊക്കെ വോട്ടർമാരെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തെ വളരെയധികം സ്വാധീനിച്ചതായാണ് ഈ മുന്നണികളുടെയൊക്കെ പൊതുവെയുള്ള ഒരു അഭിപ്രായം. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ ബാധിക്കുമെന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്, അതായത് ഈ തുടക്കം മുതൽ BJP-യും ഒപ്പം തന്നെ LDF-ഉം പ്രചരണായുധമാക്കിയിരുന്നത് ഈ ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആയിരുന്നു. അത് ഇക്കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ച നിലപാട് എന്തായാലും സർക്കാരിന് ഗുണം ചെയ്യുമെന്നതായിരുന്നു MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. ഇനി പല സൂചനകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ഗുണം ചെയ്യുമോ അല്ല ദോഷമാകുമോ എന്നതടക്കം ഇനി വരുന്ന പല സൂചനകളിൽ കൂടി വ്യക്തമാകും. നിലവിൽ ഈ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് തളിപ്പറമ്പ് നഗരസഭയിൽ 6 UDF-ഉം അതുപോലെ തന്നെ 2 LDF-ഉം വിജയിച്ചിരിക്കുകയാണ്. ഇനി ബാക്കി പഞ്ചായത്തുകളുടെ വിവരങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. ആകെ ലഭിച്ചത് പട്ടുവം പഞ്ചായത്തിന്റെയാണ്. അവിടെ പട്ടുവം പഞ്ചായത്തിൽ ഒരു വാർഡിന്റെ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവിടെ LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. അവരുടെ പേര് വിവരങ്ങളടക്കം അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയും.